നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉച്ചയ്ക്കൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന ഉച്ചയ്ക്കും ഡിന്നറിനും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റൈസാണ് കാണിക്കാൻ പോകുന്നത്. വെർമിസെല്ലി റൈസ്. അപ്പോൾ അത് നമുക്ക് ചോറിൻ്റെ കൂടെ തന്നെ കഴിക്കാനും നല്ലതാണ്. പിന്നെ സൈഡ് ഡിഷായിട്ട് ചിക്കൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ സെല്ല ബസ്മതി റൈസാണ് എടുത്തേക്കുന്നത്. അപ്പോൾ 2 ഗ്ലാസ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വരാം. അപ്പോൾ 3-4 പ്രാവശ്യം നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇത് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കണം. പിന്നെ സോക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, എന്നാൽ സോക്ക് ചെയ്ത് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു 10 മിനിറ്റ് നമുക്ക് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതുപോലെ വറുക്കാത്ത വെർമിസെല്ലിയാണ് എടുത്തേക്കുന്നത്. ഇത് നമുക്കൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ പാൻ ചൂടാക്കിയതിന് ശേഷം കുറച്ച് നെയ്യ് പാനിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 തൊട്ട് 1 ടേബിൾ സ്പൂൺ വരെ ഒഴിച്ചു കൊടുക്കാം നെയ്യ്. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മൾ വേറെ ഓയിലൊന്നും ചേർക്കുന്നില്ല, നെയ്യ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ ഈ ഒരു റെസിപ്പിയിൽ. അപ്പോൾ ആ ഒരു നെയ്യുടെ ടേസ്റ്റാണ് ഇതിന് കിട്ടേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഒരു 1/2 തൊട്ട് 1 ടേബിൾ സ്പൂൺ വരെ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇതൊരു ലൈറ്റ് ബ്രൗൺ നിറം ആകുന്നിടം വരെ ഇതൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ തീ ഒത്തിരി അങ്ങ് കൂട്ടി വെക്കല്ല, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് എപ്പോഴും ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഒരു ലൈറ്റ് ബ്രൗൺ ആകുമ്പം നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ വെർമിസെല്ലിയുടെ കളറൊക്കെ മാറി വരുന്നുണ്ട്, ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് സ്പൈസസ് ചേർക്കുന്നുണ്ട്. പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ഒരു ബേ ലീഫ്, ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിരുന്ന അരി ഡ്രെയിൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇട്ട് കൊടുക്കാം. നമ്മൾ 2 കപ്പ് അരിയാണല്ലോ എടുത്തേക്കുന്നത്. അപ്പോൾ അത് വെള്ളമെല്ലാം തോർത്തിയതിന് ശേഷം അതിട്ട് ഒന്ന് ഈ നെയ്ക്കകത്തിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആ വെർമിസെല്ലിയിലും നെയ്ക്കകത്തിട്ടൊന്ന് വെള്ളമെല്ലാം വറ്റുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഈ സമയത്ത് നമ്മൾ തീ ഓൺ ചെയ്യണം. സ്റ്റൗ ഓൺ ചെയ്തിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് തീ ഓഫ് ചെയ്തിരുന്നല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് ഈ റൈസ് ഇട്ടതിന് ശേഷം സ്റ്റൗ ഓൺ ചെയ്തതിന് ശേഷം ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 1 കപ്പ് ബസ്മതി റൈസിന് 1.5 കപ്പ് എന്ന വെള്ളവിന് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പും കൂടെ ആ വെർമിസെല്ലി ഇട്ടില്ലേ, ഒരു 1/4 കപ്പും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 3.25 കപ്പ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ അരി അളന്നെടുത്ത ആ ഗ്ലാസ്സിൽ തന്നെ വെള്ളവും അളന്നെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്കിതെല്ലാം കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം അരിയും വെള്ളവും ഇതെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് കവർ ചെയ്ത് ഈ വെള്ളം ഒന്ന് വറ്റുന്നിടം വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ അരിയിൽ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ബട്ടർ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ പീസ് ബട്ടർ ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് കവർ ചെയ്ത് പെട്ടെന്ന് തന്നെ ബട്ടർ മെൽറ്റായി കിട്ടും. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് കവർ ചെയ്ത് ലോ ഫ്ലെയിമിൽ ഒരു 5-8 മിനിറ്റും കൂടി ഒന്ന് വെച്ചേക്കാം. ലോ ഫ്ലെയിമിൽ തീ കുറച്ച് വെച്ചേക്കണം. എന്തെങ്കിലും വെള്ളം ഉണ്ടെങ്കിൽ അതും കൂടി അടിയിൽ വെള്ളം കൂടി വറ്റാൻ വേണ്ടിയാണ് ഇങ്ങനെ വെച്ചേക്കുന്നത്. അപ്പോൾ അതും കൂടി വെച്ചാൽ നല്ലപോലെ റൈസ് നല്ലപോലെ വെന്ത് കിട്ടും. ഞാനിത് സെല്ല ബസ്മതി റൈസാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഏത് ടൈപ്പിൽ ബസ്മതി റൈസ് എടുക്കുന്നോ അതിനനുസരിച്ച് വേവ് ഇത്തിരി സമയവും വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ പിന്നെ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മുടെ അടിപൊളി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് ബട്ടർ ചിക്കനോ സാധാരണ നാടൻ ചിക്കൻ കറിയോ കൂട്ടി കഴിക്കാവുന്നതാണ്. ഒന്നുമില്ലെങ്കിലും വെറുതെയും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റൈസാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.